ADGP MR അജിത് കുമാറിനെ മാറ്റുന്നതിൽ CPI അന്ത്യശാസനം നൽകിയിരിക്കുന്നു. CPIM-ന് ഇന്ന് സംഭവിച്ച വളരെ പ്രധാനപ്പെട്ട വാർത്തയാണത്. ആ വാർത്തയിലേക്കാണ് ഇനി. അടുത്ത മാസം നിയമസഭാ സമ്മേളനം തുടങ്ങും മുൻപ് ADGP MR അജിത് കുമാറിനെ മാറ്റണമെന്ന കടുത്ത നിലപാടിലാണ് CPI. RSS ബന്ധമുള്ള ഉദ്യോഗസ്ഥൻ LDF ഭരിക്കുന്ന സർക്കാരിൽ ADGP ആകാൻ പാടില്ലെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പറഞ്ഞു. RSS ADGP കൂടിക്കാഴ്ചയിലെ അതൃപ്തി DYFIയും വ്യക്തമാക്കി. സംഘപരിവാർ നേതാക്കളുമായി MR അജിത് കുമാർ കൂടിക്കാഴ്ച നടത്തിയത് മാത്രമല്ല CPIയുടെ പ്രശ്നം. പൂരം കലക്കലിൽ ആരോപണ വിധേയനായ MR അജിത് കുമാർ കമ്മീഷണറെ മാത്രം കുറ്റപ്പെടുത്തിക്കൊണ്ട് റിപ്പോർട്ട് സമർപ്പിച്ചതിലുമുണ്ട് അതൃപ്തി. സർക്കാരിന്റെയും മുന്നണിയുടെയും പ്രതിച്ഛായ ബാധിക്കുന്ന വിധത്തിൽ MR അജിത് കുമാർ ഇടപെട്ടു. ക്രമസമാധാന ചുമതലയിൽ നിന്ന് ADGPയെ മാറ്റണം. വളരെ വ്യക്തമാണ്. കേരളത്തിന്റെ ക്രമസമാധാന ചുമതലയുള്ള ADGPക്ക് ഒരു കാരണവശാലും ഒരു RSS ബന്ധം പാടില്ല. കേരളത്തിലെ ക്രമസമാധാന ചുമതലയുള്ള ADGP ആയിരിക്കാൻ അർഹനല്ല, യോഗ്യനല്ല. CPI സ്റ്റാൻഡാണ്. ആ സ്റ്റാൻഡ് ഉറച്ച സ്റ്റാൻഡാണ്. RSSുമായി ആര് കൂടിക്കാഴ്ച നടത്തിയാലും അംഗീകരിക്കാൻ കഴിയില്ലെന്ന DYFI സംസ്ഥാന സെക്രട്ടറി VK സനോജ്. RSS അങ്ങേറ്റം വെറുക്കപ്പെട്ട സംഘടനയാണ്. RSS രാജ്യവിരുദ്ധമായ പ്രവർത്തനങ്ങൾ ഒരുപാട് നടത്തിയ സംഘടനയാണ്. RSS രാജ്യത്ത് മതവിദ്വേഷം ഉണ്ടാക്കുന്ന സംഘടനയാണ്. RSSുമായി ആര് കൂട്ടിയിരുന്നതിനോടും ഞങ്ങൾക്ക് യോജിപ്പില്ല, ഞങ്ങൾക്ക് അതൃപ്തിയുണ്ട്. PV അൻവറിന്റെ പരാതി അന്വേഷിച്ച് സംസ്ഥാന പോലീസ് മേധാവി മുഖ്യമന്ത്രിക്ക് റിപ്പോർട്ട് സമർപ്പിക്കേണ്ടത് ഒക്ടോബർ മാസം 3 മുൻപാണ്. അടുത്ത ആഴ്ച ആദ്യത്തോടെ ഷെയ്ഖ് ദർവേഷ് സാഹിബ് മുഖ്യമന്ത്രിക്ക് റിപ്പോർട്ട് സമർപ്പിച്ചേക്കും. അൻവറിന്റെ പരാതിയിലെ പരിശോധനാ റിപ്പോർട്ടിനൊപ്പം CPIയുടെ സമ്മർദ്ദത്തിന് വഴങ്ങി RSS നേതാക്കളും അജിത് കുമാറുമായുള്ള കൂടിക്കാഴ്ച റിപ്പോർട്ടും ഉൾപ്പെടുത്തിയേക്കും. അജിത്തിനെതിരെ നടപടിയെടുത്താൽ അൻവറിന്റെ ആരോപണങ്ങൾ ശരിവെക്കുന്ന തരത്തിൽ കാര്യങ്ങളായി പോകുമെന്ന തോന്നൽ സർക്കാർ തലത്തിലും ഉണ്ടെങ്കിലും CPIയുടെ സമ്മർദ്ദത്തിന് മുന്നിൽ മുഖ്യമന്ത്രിക്ക് വഴങ്ങാതിരിക്കാൻ കഴിയില്ല. 24 തിരുവനന്തപുരം.